ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ പൊന്മുടിയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ 2 തവണ അവിടെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം പൊന്മുടി ക്ലോസ്ഡും ആയിട്ടുണ്ട്. ഞങ്ങൾ പോയതിൻ്റെ പിറ്റേന്ന് തൊട്ട് പൊന്മുടി ടെമ്പററി ക്ലോസ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ നേരത്തെ ഇടേണ്ടതായിരുന്നു, കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മഴയത്ത് നല്ല ചൂട് ബിരിയാണി, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശന്നിട്ടാണോ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാട്ടാക്കടയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കുറച്ചൊക്കെ ഈ പച്ചപ്പൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ പൊന്മുടി ഒരു എക്കോ ടൂറിസം ആണ് കേട്ടോ. ഇവിടെ 22 ഹെയർപിൻ വളവ് കയറി വേണം നമുക്ക് ഹിൽ ടോപ്പിൽ എത്തണമെങ്കിൽ, അതായത് ഗോൾഡൻ പീക്ക് എന്ന് പറയുന്ന ആ ഒരു പീക്കിലേക്ക് എത്തണമെങ്കിൽ. ഞങ്ങളിവിടെ വന്നിട്ട് 5 വർഷത്തിനിടയ്ക്ക് ഞങ്ങളിപ്പോൾ ഒരു 6-7 വട്ടം പൊന്മുടിയിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അച്ചൂട്ട ഉണ്ടാവുന്ന മുന്നേയും അച്ചൂട്ട ഉണ്ടായി കഴിഞ്ഞിട്ടും ഒക്കെ ഞങ്ങളിങ്ങനെ പൊന്മുടിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവരെ എനിക്ക് എത്രയോ പേര് എനിക്കറിയാം, അവർ പോലും ഇത്രയും വട്ടം പോലും ഇവിടെ പോയിട്ടില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് പോകാമെന്നാണ് നോക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൂന്നാറും വാഗമണ്ണും ഒക്കെ ഞങ്ങൾ കുറേ വട്ടം പോയി. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല പൈസ കുറവിൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. ഒന്ന് പെട്രോൾ അടിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഏകദേശം ഒരു 60 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ഇവിടെ എത്തി നമുക്ക് മേലെന്നാണ് ഇപ്പോൾ ബൈക്കിനൊക്കെ ടിക്കറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിലേക്ക് എത്തിയപ്പോഴുള്ള കാഴ്ച ഉണ്ടോ, അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. പിന്നെ ഈ ഒരു പോക്കോട് കൂടി എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈം പോയപ്പോഴത്തേക്കും ഫോണിൽ വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ആയിട്ടുണ്ട്, എന്തായാലും മഴയൊക്കെ നനഞ്ഞിട്ട്. പിന്നെ മഴയും കൂടി ഉണ്ടെങ്കിലാണ് ഇവിടുത്തെ ആ ഒരു രസം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേർക്കുള്ളൊരു സംശയമാണ്, അച്ചൂട്ടൻ്റെ പേര് ഋതു ആണോ RITHU ആണോ എന്നുള്ളത്. അവൻ്റെ പേര് ഋതു അല്ല, ഋതു ആണ്. RUTHU, വെറൈറ്റി അല്ലേ. അപ്പോൾ എന്തായാലും ഋതു എന്നുള്ള പേരിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിൽ എഴുതുമ്പോൾ ഋതു എന്ന് എഴുതിയാലും ഋതു എന്ന് എഴുതിയാലും കറക്റ്റ് നമ്മൾ ഋഷീൻ്റെ ഋ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഋതുവിൻ്റെ അർത്ഥം അറിയുന്നവർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഋതുവിൻ്റെ പേര് പോലെ തന്നെ അവന് ഈ ക്ലൈമറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാടും മലയും അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പറയാനുമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ പറയാറുണ്ട്, അമ്മ പൊന്നും മല കാണുന്ന ഇഷ്ടമാണ്, ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ചെറുപ്പം മുതൽ അവനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാ സ്ഥലത്തും ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റണം എന്ന് എനിക്ക് കുറേ ആഗ്രഹമുണ്ട്. കുറേ സ്ഥലത്ത് അവനെ കാണിക്കണം. ഇപ്പം ഏകദേശം അറിയാനൊക്കെ ആയി. പിന്നെ അതുമല്ല നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അവന് പറഞ്ഞു കൊടുക്കാമല്ലോ വലുതാവുമ്പോൾ ഇന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എല്ലാവരും പറയും അറിവാകുമ്പോൾ കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ അറിവാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊണ്ടുപോയി പഠിക്കണം, എന്നെങ്കിൽ മാത്രം അവർക്ക് കുറച്ച് കഴിയുമ്പോൾ പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. പേരക്കൊന്നും കിട്ടാത്ത പോലെ. ഇതാണ് കാട്ടുപേരക്ക, കാട്ടിലുള്ള കാട്ടുപേരക്ക. ഓ എന്ത് കോടാടി. അങ്ങോട്ട് ഇറങ്ങി പോലെ മറ്റു ഷോട്ട് പോലെ എടുക്കണം തൂക്കാം.
ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ പൊന്മുടി പോകണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊന്മുടി ഓപ്പൺ ആണോ എന്നുള്ളത് മനസ്സിലാവും. അതിനുശേഷം മാത്രം പോകട്ടെ, വെറുതെ പോയി പണി കിട്ടരുത്. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു, ഞാൻ മതിയെന്ന് വിചാരിച്ചാണ്. കാരണം എനിക്ക് അത്രത്തോളം വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ വെറുതെ നിങ്ങളെ ലാഗടിപ്പിക്കേണ്ട എന്നോർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ മിക്കവാറും പൊന്മുടി തന്നെ ആയിരിക്കാം. എന്തായാലും 2 വട്ടം പോയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, വീഡിയോസ് ഉണ്ട്. പിന്നെ അത് ഒറ്റ വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.